മീരാബായി അനുസ്മരണ വേദിയിൽ നമ്മുടെ സ്ഥിര സാന്നിധ്യമാണ് നമ്മുടെ സിദ്ധാർത്ഥ മാഷ്. പ്രായത്തിൻ്റെതായിട്ടുള്ള ചെറിയ ക്ഷീണമൊക്കെ ബാധിക്കുന്നുണ്ട് അല്ലേ? അത്രയില്ല, ചെറുപ്പക്കാരായിട്ടുണ്ടാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ചിട്ടയായിട്ടുള്ള ജീവിതക്രമത്തിലൂടെ വരുന്ന ഒരു ചെരുപ്പ് ഉപയോഗിക്കാറുണ്ട് മാഷ്. അപ്പോൾ സിദ്ധാർത്ഥ മാഷ സത്യം പറഞ്ഞാൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഭയങ്കര അക്രമമായിരിക്കും. പൊതുവിൽ എല്ലാവർക്കും വളരെ സുപരിചിതനാണ്, പൊതുരംഗത്ത് വളരെ സജീവമായിട്ടുള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഒരു വിരമിക്കേണ്ട സമയം തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ കുറച്ച് കുറഞ്ഞു. ഇപ്പോഴും പൊതുരംഗത്ത് വളരെ നമ്മളെത്തുന്ന സിദ്ധാർത്ഥ മാഷെ സംസാരിക്കാനായിട്ട് എനിക്ക് മുമ്പിലിരിക്കുന്ന എനിക്ക് സുപരിചിതരായ രാജമുഖങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം തോന്നുന്നില്ല. കാണുന്ന മുഖങ്ങൾ പട്ടിക്കെട്ടിട്ട് നോക്കുമ്പോൾ എല്ലാവരും സുപരിചിതരാണ്, വളരെ അടുത്തരാണ്, സ്വയം കൊണ്ട് തന്നെ തിരിച്ചറിയുന്നവരാണ്. അതന്നെ അവരോട് സംവദിക്കുക എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം നായ്ക്കളെ പരിപാലിക്കുന്ന ഒരാളാണ്. നമ്മുടെ ജീവികളിലെ ഏറ്റവും വിശ്വസ്തത പുലർത്തുന്ന വർഗമാണ് നായ്ക്കൾ. നമ്മുടെ മഹാഭാരതത്തിൽ പ്രത്യേക സ്ഥാനം തന്നെ നായ്ക്കില്ല. ഈ പഞ്ചപാണ്ഡവന്മാരുടെ അവസാന വാനപ്രസ്ഥത്തിന് സമയം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ മാനത്തിലേക്ക് സ്വർഗസ്ഥനാവാൻ വേണ്ടി കടന്നു പോകുന്ന സന്ദർഭം നമ്മുടെ മഹാഭാരതത്തിൽ പറയുമ്പോൾ പഞ്ചപാണ്ഡവന്മാർ പോകുമ്പോൾ കാന്താരും കൂടിയും നേരെ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് പോകുന്ന യാത്രയാണ്. അപ്പോൾ പോകുമ്പോൾ ആദ്യം കുറേ കഴിഞ്ഞപ്പോൾ പാഞ്ചാലി വീണു, കയറാൻ പറ്റില്ല. അപ്പോൾ പാഞ്ചാലി എന്തുകൊണ്ട് വീണു എന്ന് ധർമ്മപുത്രരോട് കൂടെയുള്ളവർ അന്വേഷിച്ചു. അപ്പോൾ പാഞ്ചാലി ഒരു പക്ഷവേഗം ജീവിതത്തിൽ പുലർത്തിയിരുന്നു. പാഞ്ചാലി 5 പേരുടെയും ഭാര്യമായ ആണെങ്കിലും അർജുനോട് പ്രത്യേകം സ്നേഹം കാണിച്ച പക്കവാദിത്വം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നുള്ള ഒരു വലിയ കുറവാണ് അവിടെ ആദ്യമായി ഹിമാലയത്തിൽ പോകുകയെത്തിയത്. അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് പഞ്ചപാണ്ഡവന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സഹദേവൻ വേണം. അപ്പോൾ സഹദേവനെ കുറിച്ചും അങ്ങനെ അന്വേഷണമുണ്ടായി. സഹദേവൻ അറിവിൻ്റെ വിജ്ഞാനകോശമാണെന്നുള്ള അഹന്ത മനസ്സിൻ്റെ അകത്ത് കൊണ്ടു നടക്കുന്ന ആളാണ്. അതാണ് അദ്ദേഹത്തെ വീഴ്ചയിലോട്ട്. പിന്നെ നകുലനാണ്. നകുലനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു അഹബോധം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവരിൽ പ്രമുഖ ഞാനാണ് എന്ന മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം കൊണ്ടു നടക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ആ അഹന്ത പുലർത്തുന്നതുകൊണ്ടാണ് അദ്ദേഹം വീണത്. പിന്നീട് അർജുനാണ്. അർജുനൻ്റെ കഴിവുകളിൽ കാഴ്ചവെക്കുന്ന അതിൽ ആത്മവിശ്വാസത്തിൻ്റെ ആധിക്യം അദ്ദേഹം ഉണ്ടായിരുന്ന ഒരാളാണ് അർജുനൻ. അർജുനൻ്റെ അതിശക്തിയിലുള്ള അഭിമാനം ഉളവിൽ കൂടി നടക്കുന്നുണ്ടാണ് അഹന്തയാണ് അദ്ദേഹത്തെ വീഴ്ത്തിയത് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് ഭീമനാണെങ്കിൽ ഭീമന് തൻ്റെ ശക്തിയിൽ വളരെയധികം അഹന്ത പുലർത്തിയിരുന്നു.
എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയായി കണ്ടത്. അതാണ് ജീവൻ ഉന്നയിച്ചത്. ആ സമയത്ത് അവസാനം ധർമ്മപുത്രം മാത്രമായിട്ടിരിക്കുമ്പോൾ ധർമ്മപുത്രയുടെ കൂടെ അപ്പോൾ വന്നത് ഇത് നായ മാത്രമാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സ്വർഗം കയറാൻ ഉണ്ടായിരുന്നത് ഈ നായ മാത്രമാണ്. നായ അതുകൊണ്ടാണ് എൻ്റെ ഇവർക്ക് മുമ്പ് സംസാരിച്ച ആൾ 31 നായ്ക്കളെ വളർത്തുന്ന ഒരാൾ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചുണ്ടായിരിക്കും. നമ്മൾ അത് തിരിച്ച് കാണുകയുണ്ട്. പക്ഷെ തിരിച്ചല്ല കാണേണ്ടത്, അത് വലിയ മനസ്സിൻ്റെ ഉദാഹരണയുടെ വെളിച്ചമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നേരത്തെ ഈ പറഞ്ഞ നൽകിയില്ല പാണ്ഡവന്മാരുടെ ധർമ്മപുത്രൻ്റെ ഏറ്റവും വ്യത്യസ്തനായ നായ്ക്കളെ സൂക്ഷിക്കുന്ന ആളുകളുടെ ആമുഖ പ്രസംഗത്തോടുകൂടിയാണ് ഈ ചടങ്ങ് എന്ന് ആരംഭിക്കുന്നത്. ഈ ആള് ഒരു കസ്തൂർബ കേന്ദ്രത്തിൻ്റെ പേരിലുള്ള ഈ ചടങ്ങാണ്. കസ്തൂർബ ഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാം. മഹാത്മാഗാന്ധിയുടെ പത്നിയാണ് കസ്തൂർബ ഗാന്ധി. കസ്തൂരി എന്നാണ് ശരിക്കുള്ള പേര്. ബ എന്ന നാടിൻ്റെ മുഴുവൻ അമ്മയാരെ പോയിട്ടാണ് ബ എന്ന വാക്ക് കൂട്ടിയാക്കപ്പെട്ടത്. കസ്തൂർബ ആകുന്നത് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും സ്നേഹിക്കുന്ന ഒരു അമ്മയായി മാറിയതുകൊണ്ടാണ് കസ്തൂർബ ഗാന്ധി. ഇത് ഈ കേന്ദ്രം ഇവിടെ തുടങ്ങിയത് മേരി ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീ. മേരി ജോർജ് നമ്മുടെ കണ്ണമ്മയുടെ മേരി ജോർജ്. അവരുടെ ഭർത്താവ് വളരെ പ്രഗത്ഭനായിരുന്നു. ശരിക്കും കോട്ടയത്തുകാരനാണ്. പ്രൊഫസർ ജോൺ എസ് കെ ജോൺ എന്നാണ് പറയുന്നത്. അത് നേരിട്ട് ഗാന്ധിയുടെ ശിഷ്യനായിരുന്നാണ് എസ് കെ ജോൺ. ശാന്തിനികേതനത്തിലെ കോമേഴ്സ് പ്രൊഫസറായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ആളാണ് എസ് കെ ജോൺ. അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ഉണ്ടായത് നമ്മുടെ കുറുക്കഞ്ചേരിയിലാണ് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് മേരി ജോർജിനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് എസ് കെ ജോർജ് എന്ന കോട്ടയത്തുകാരൻ ഇവിടെ താമസം ഉണ്ടാക്കിയത്. ഈ എസ് കെ ജോർജിനെ കേരളത്തിലൂടെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി അയിത്തം ഇല്ലാതാക്കാനായി ഏറ്റവും ആദ്യം മുമ്പോട്ട് വന്ന നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിനെ അഭിനന്ദിക്കാനായിട്ട് മഹാത്മാഗാന്ധി വരികയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി വരുമ്പോൾ അദ്ദേഹം ഓരോ സ്ഥലത്തെങ്കിലും അന്വേഷിക്കുന്ന പേര് ഈ എസ് കെ ജോർജിനെ കുറിച്ചാണ്. എസ് കെ ജോർജ് ഗാന്ധിയുടെ വിശ്വസ്തനായ, ഗാന്ധിയെ ലോകത്ത് അറിയാൻ സ്ഥിരമായി ഇംഗ്ലീഷ് ലേഖനങ്ങൾ എഴുതുന്ന ആളായിരുന്നു എസ് കെ ജോർജ്. എസ് കെ ജോർജ് ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് പ്രവർത്തിച്ചത്. പക്ഷേ അദ്ദേഹം എഴുതിയിരുന്നത് മുഴുവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഗാന്ധിയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ എസ് കെ ജോർജിനെ വാണിംഗ് ചെയ്തു. നിങ്ങളിത് എഴുത്ത് തുറന്നാൽ നിങ്ങളെ ഈ സ്ഥാനത്ത്, ഈ പ്രൊഫസർ സ്ഥാനത്ത് നിർത്തില്ല, നിങ്ങൾ ഇവിടെ പറഞ്ഞു വിടേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം തല പിടിച്ച് അത് സമ്മതിക്കുക ഉണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ഗാന്ധിയെക്കുറിച്ച് എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ക്രിസ്തു എങ്ങനെയാണ് അതാണ് ഗാന്ധി എന്നാണ് എസ് കെ ജോർജ് വിശ്വസിക്കുന്നത്. എൻ്റെ മനസ്സിലെ ഗാന്ധിയാണ് ക്രിസ്തു, എൻ്റെ മനസ്സിലെ ക്രിസ്തുവാണ് ഗാന്ധി എന്നാണ് അദ്ദേഹം അവരോട് പറയുന്നത്. പക്ഷേ അയാളുടെ അസാമാന്യമായ കഴിവുകളുടെ പ്രതിഫലം എന്താണെന്ന് തിരിച്ചറിയുന്ന അവർ എസ് കെ ജോർജിനെ കോളേജിൽ നിന്ന് പുറത്തുവിടാനായിട്ട് സമ്മതിച്ചില്ല. അവർ വീണ്ടും അദ്ദേഹത്തിന് ക്ഷമാപണത്തിൽ വീണ്ടും ഒന്ന് പഠിപ്പിക്കാനുള്ള അവസരം. പക്ഷേ ഈ അവസരങ്ങളിൽ മുഴുവൻ അദ്ദേഹം ലേഖനങ്ങൾ എഴുതി.
എങ്ങനെ ലോകത്തിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് ഗാന്ധി ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ മുഴുവൻ ഉണ്ടായത്. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് പുറത്താക്കേണ്ടി വന്നു ബ്രിട്ടീഷുകാർ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ മഹാത്മാഗാന്ധി അദ്ദേഹം ശാന്തിനികേതനത്തിൽ ടാഗോറിൻ്റെ ശാന്തിനികേതത്തിൽ കൊമേഴ്സ് പ്രൊഫസറായിട്ട് നിയോഗിച്ചു. പക്ഷെ ഗാന്ധിയുടെ വലിപ്പം എന്തുകൊണ്ടോ ടാഗോറിൽ കാണാൻ എസ് കെ ജോർജിന് കഴിഞ്ഞില്ല. അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നാട് വിട്ട് കോട്ടയത്ത് വന്നു, പിന്നെ തിരുവനന്തപുരത്ത് താമസപ്പെട്ടു. അതുകൊണ്ടാണ് അത് ഗാന്ധിയോട് ചോദിക്കാതെയാണ് എന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം കേൾക്കാൻ വരാറുള്ള എസ് കെ ജോർജ് മളവിൽ പോയപ്പോൾ എന്തുകൊണ്ട് എന്നെ അത് പറഞ്ഞില്ല എന്നുള്ള മനോപ്രയാസം ഗാന്ധിജിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിലേക്ക് അദ്ദേഹം വന്നപ്പോൾ ഓരോ ഭാഗത്ത് വന്നപ്പോഴൊക്കെ ഈ എസ് കെ ജോർജിനെ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം കോട്ടയത്തുകാരനാണെന്ന് അറിയാമായിരുന്നുകൊണ്ട് കോട്ടയത്ത് കാണും ഈ എസ് കെ ജോർജിനെ കുറിച്ച് അത് വീടുകൾ എവിടെയാണ് ഇപ്പോൾ താമസം നമുക്ക് അന്വേഷിച്ചു. അപ്പോൾ കോട്ടയത്തുകാർ പറഞ്ഞു അദ്ദേഹം തിരുവനന്തപുരത്താണ് ഇപ്പോൾ താമസം, അദ്ദേഹം ഭാര്യയും അവിടെയാണ് എന്ന്. അങ്ങനെ ഗാന്ധി തിരുവനന്തപുരത്ത് തിരുനക്കര മൈതാനം മുഴുവൻ തിങ്ങി നിറഞ്ഞ മഹാഭോജനം സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോഴെല്ലാം ആ രാജാവ് ഐക്യമില്ലാതാക്കാനായിട്ട് ആദ്യമായി പ്രവർത്തിച്ച മഹാനുഭാവൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് പ്രശംസ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസംഗത്തിന് ശേഷം അദ്ദേഹം വന്നത് എസ് കെ ജോർജിൻ്റെ കീഴിൽ ഏകദേശം രാത്രി 12 ഒരു കമ്പയിലാണ് നടന്നു വന്നപ്പോൾ എസ് കെ ജോർജിൻ്റെ വീട്ടിലേക്ക് കിടന്നത്. അപ്പോൾ എസ് കെ ജോർജിൻ്റെ മനോവേഷണം എൻ്റെ പ്രിയപ്പെട്ട ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മഹാനായ മഹാത്മാഗാന്ധി എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നല്ലോ എന്ന വൈക്ലഭ്യം കൊണ്ട് ആറ് തകർന്ന് ഒരു കസേരയിൽ ചുരുണ്ട് കെട്ടി കിടക്കുകയായിരുന്നു. അദ്ദേഹം നമുക്ക് പുറകിരുന്നത് നമ്മുടെ നേവി ജോർജ്, നമ്മുടെ കസൂറിൻ്റെ സ്ഥാപിച്ച നേവി ജോർജ് അവശയായി സന്നിപാതം ബാധിച്ച് ഭരണാസനത്തിലായി കിടക്കുന്നതുകൊണ്ട് ഒരു ഭക്തികർമ്മം എന്നുള്ളതൊക്കെയാണ് ഗാന്ധി അവരെ ശിക്ഷിച്ചുകൊണ്ട് ഇത് ഇരിക്കുന്നതുകൊണ്ടാണ് ഗാന്ധി വന്നിട്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നത്, സാധിക്കാറുണ്ട്. അപ്പോൾ ഗാന്ധിയെ കൂടി ആ പ്രസംഗത്തിന് ശേഷം എസ് കെ ജോർജിൻ്റെ വീട്ടിൽ നേരെ രാത്രി 12 മണിക്ക് ഒരു കമ്പനാന്നുള്ള വീട്ടിൽ വിളിച്ചായിട്ട് കടന്നു. അപ്പോൾ ഇയാൾക്കാരുടെ പരിപ്പൊന്നും രാത്രി വന്നോടുകൂടി ഞാനൊരു കണ്ണ കാണാനല്ല ഞാൻ വന്നു. എൻ്റെ ഭാര്യ നേവി ജോർജ് ഒരു അസുഖമായിട്ട് അവളെ കാണാനാണ് വന്നത്. എന്നാൽ നേരെ എസ് കെ ജോർജിനെ ഉപേക്ഷിച്ച് നേവി ജോർജിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നേവി ജോർജ് അദ്ദേഹം കടുകൂടി ശരീരം മുഴുവൻ കടുകൂടി പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവയെ കാണുന്നത് ഗാന്ധിയാണ്. മഹാത്മാഗാന്ധി എന്ന് തൻ്റെ ഭർത്താവ് ഈശ്വരത്തിൻ്റെ സ്നേഹിക്കുന്ന ആൾ എൻ്റെ മുന്നിൽ എന്നെ സമാശ്വസിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവുകൊണ്ട് അവർക്ക് ലോകത്തിൻ്റെ പകുതി വിമുക്തിയുണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ ഗാന്ധിജി അവരെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുപോയി അവിടെയാണ് അവരുടെ ജീവിതത്തിൻ്റെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഗാന്ധി മരിച്ചതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലേക്ക് വരികയും ഈ കസ്തൂർബ കേന്ദ്രം ആരംഭിക്കുകയും അതാദ്യം നമ്മുടെ അംഗങ്ങളൊക്കെ ഞങ്ങളുടെ പ്രവർത്തനം ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അംഗങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് അവിടെ ഒരു കോപ്പറേറ്റീവ് ആളുണ്ടായിരുന്നു. അയാളുടെ സ്ഥലത്ത് അവർക്ക് കസ്തൂർബ കേന്ദ്രം തുറന്നാണ് അവർക്ക് അതിനുശേഷമാണ് നമ്മുടെ നെടുവെടുത്ത് ഈ സ്ഥലത്തേക്ക് അത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് കസ്തൂർബ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നിന്നും ഇപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏത് മനസ്സിൽ തിരിച്ചറിയാൻ കഴിയുന്ന രണ്ട് ആളുകളെ കുറിച്ചാണ് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ
ഭാര്യമാരെ സ്നേഹിക്കുന്നത് നമ്മളാൽ തിരിച്ചറിയുന്ന വ്യത്യസ്തനായ ഒരാളാണ് സുനിൽകുമാർ. സുനിൽകുമാറിന് ഭാര്യമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം നമുക്കറിയില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നത് 8 വർഷമായി നമ്മൾ തിരിച്ചറിയുന്നു. ഹൃദയത്തിൻ്റെ അകത്ത് ഒരു ആത്മീയമായ ലയം ഉണ്ടായ മനസ്സിലോടും ഞാൻ ചിരിക്കും. അതുകൊണ്ടാണ് 8 വർഷമായി മറക്കാതെ തൻ്റെ ഭാര്യയെ നമ്മളെയൊക്കെ വിളിച്ച് ജനിച്ച് കണ്ടെന്ന് നടത്തുന്നത്. ഗീതാബായി നിങ്ങൾക്കറിയാം, അവൾ അവസാനഘട്ടത്തിൽ ജോലി ചെയ്യും. പക്ഷെ ആ ലോകത്തെ അവഗണിച്ചുകൊണ്ട് അവർ ധൈര്യം സമാരംഭിച്ച ഒരു ശ്രീരത്നമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഞാനത് മരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ അറിഞ്ഞ് ഞാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ നാട്ടുകാരറിഞ്ഞതിനേക്കാൾ മുമ്പ് അവിടെ മെഡിക്കൽ കോളേജിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടറെ കാണിക്കുകയാണ്. കാരണം അത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ, നാട്ടുകാരെ അറിഞ്ഞു വരുന്നുള്ളൂ നീല മരിച്ച കാര്യം. പക്ഷെ നിങ്ങൾ അവിടെ പറഞ്ഞു ആ കുട്ടിയുമായിട്ട് ആ കുട്ടിയുടെ ആത്മധൈര്യം അതാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അവർക്ക് മാരകമായ ഒരു അസുഖമായിരുന്നു. പക്ഷെ ആ മാരകമായ അസുഖം അവർക്ക് ഉണ്ടെന്ന് ഒരിക്കലും അവർ നടിച്ചിട്ടില്ല, അഭിനയിച്ചിട്ടില്ല. അവർ അതിൽ സാധാരണ നമ്മൾ പെരുമാറുന്ന പോലെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറിയിരുന്നത്. അപ്പം ഞങ്ങൾക്കറിയാം അവർ മരണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാം. ഞങ്ങൾക്ക് ഡോക്ടർമാർക്കറിയാം. പക്ഷേ അവൾക്കും അറിയാം. എന്നിട്ടും അവൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഗുണങ്ങൾ കൊണ്ടുകൊണ്ട് ആളുകളുമായി സംവദിക്കാനും അതുപോലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആരെയൊക്കെ സഹായിക്കാൻ കഴിയുന്നു ആ സഹായം ലഭിക്കാനുള്ള ആളുകളൊക്കെ മനസ്സിൻ്റെ ഉടമസ്ഥയായി അവൾ മാറി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തൊട്ടുണർത്തുമാറാക്കാൻ. അതുകൊണ്ടാണ് അവളുടെ മരണത്തെ ശ്രമിക്കാൻ ഞങ്ങളിവിടെ വന്നത്. അവരുടെ ഭാര്യ കോളേജ് സെക്രട്ടറി സ്റ്റുഡിയോക്ക് പ്രിൻസിപ്പാൾ ഒരു ഭർത്താവും മെഡിക്കൽ ഡോക്ടർ അവരുടെ പേര് എൻ്റെ ഓർമ്മ പ്രിൻസിപ്പാളായിരുന്നു. അപ്പോൾ അവർ ഞാൻ ഇന്ത്യയുടെ അവിടെ വരുമ്പോൾ അവർ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടുകാരെ കഴിഞ്ഞുകൊണ്ട് ഉദ്യോഗപരം പ്രവർത്തിക്കാൻ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഗർഭപ്രങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ദീപം കൊടുത്തു വെച്ചുകൊണ്ടാണ് എല്ലാം നമ്മളിൽ നിന്നൊക്കെ കടന്നു വരുന്നത്. ആ വെളിച്ചമാണ് ഇതിൽ നമുക്ക് പഠനം ചെയ്യുന്നത്. അതുപോലെ ജില്ലാതലത്തിൽ ആദരാഞ്ജലികൾ നടത്തുന്നതോടൊപ്പം ഈ ചടങ്ങിൽ സമയത്ത് അതൊക്കെ പങ്കെടുക്കാൻ അന്നഗതിയിലായ നിങ്ങളോടുള്ള അവസരത്തിൽ രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ ചെയ്യാമെന്ന് ജയ ഹിന്ദ്.